മാജിക് മൂൺ പബ്ലിക്കേഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് പ്രസിദ്ധീകരിച്ച എം ലുഖ്മാൻ രചിച്ച വാക്കുകളുടെ കര, കടൽ, ആകാശം എന്ന പുസ്തകത്തിൻ്റെ ചർച്ചയാണ് ഈ വേദിയിൽ നടക്കാൻ പോകുന്നത്. ശ്രീ ഷുഹൈബ് ചർച്ചയിൽ പങ്കെടുക്കുന്നു. ഷുഹൈബിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമസ്കാരം. ഇത്രയും വലിയൊരു വേദിയിൽ നിങ്ങൾക്ക് മുമ്പിൽ നിൽക്കാൻ പറ്റുക എന്നുള്ളത് തന്നെ ഒരു വലിയ സന്തോഷമായിട്ട്, എന്നാൽ അതിനേക്കാൾ കൂടുതലായിട്ടൊരു ഉത്കണ്ഠ എൻ്റെ ഉള്ളിലുണ്ട്. ഇങ്ങനൊരു വേദിയിൽ ഒരു പുസ്തകത്തെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ എൻ്റെ ധർമ്മം. ഞാൻ പറയാൻ പോകുന്നത് എം ലുഖ്മാൻ രചിച്ച വാക്കുകളുടെ കര, കടൽ, ആകാശം, ഒരു പുസ്തക സ്നേഹിയുടെ ആത്മരഹസ്യങ്ങൾ എന്നുള്ള ഒരു പുസ്തകത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഞങ്ങൾ പ്രസിദ്ധീകരണം ആരംഭിച്ചത് മുതൽ, അതായത് മാജിക് മൂൺ പബ്ലിഷേഴ്സ് പ്രസിദ്ധീകരണം ആരംഭിച്ചത് മുതൽ ആദ്യത്തെ പുസ്തകമാണ് എം ലുഖ്മാൻ്റെ വാക്കുകളുടെ കര, കടൽ, ആകാശം എന്നുള്ള ഈ പുസ്തകം. 2024 മനോരമ തിരഞ്ഞെടുത്ത 10 മികച്ച പുസ്തകങ്ങളിൽ ഒന്ന് ഈ പുസ്തകമായിരുന്നു. തികച്ചും അക്ഷരാർത്ഥത്തിൽ തന്നെ പറഞ്ഞു വരുമ്പോൾ ഒരു പുസ്തക സ്നേഹിയുടെ ആത്മരഹസ്യങ്ങൾ തന്നെയാണ് ഇതിന് മുഴുവൻ. ഒരുപാട് എഴുത്തുകാരെക്കുറിച്ചും അവരുടെ കൃതികളെക്കുറിച്ചും എഴുത്തുകാരൻ ഇതിലൂടെ പറഞ്ഞു പോകുന്നു. പുസ്തകത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗം എന്നുള്ളത് ഇതിൻ്റെ അവസാനത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ ഉമ്മ എന്ന പുസ്തകം എന്നുള്ളൊരു അധ്യായമുണ്ട്. ആ അധ്യായത്തിൽ ഉമ്മയാണ് ആദ്യത്തെ പുസ്തകം. ആദ്യം നമുക്ക് അറിവ് പറഞ്ഞു തരുന്നത് അമ്മയാണ് എന്നുള്ളൊരു കാര്യം എഴുത്തുകാരൻ ഇതിലൂടെ പറഞ്ഞു പോവുകയാണ്. അത് തന്നെയാണ് ഏറ്റവും എനിക്ക് കൂടുതൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത് ഒരു അധ്യായം. കാരണം നമ്മുടെ നൊസ്റ്റാൾജിയ, ഒരു ഗൃഹാതുരത്വത്തിലേക്ക് നമ്മളെ എഴുത്തുകാരൻ ഈ അധ്യായത്തിലൂടെ എഴുത്തുകാരൻ നമ്മളെ കൊണ്ടുപോകുന്നു. വാസ്തവത്തിൽ ഈ എഴുത്തുകാരൻ രാത്രികാലങ്ങളിൽ മണ്ണെണ്ണ വിളക്കിൻ്റെ ചുവട്ടിലിരുന്നാണ് പുസ്തകങ്ങൾ വായിക്കാറുണ്ടായിരുന്നത്. ആ സമയത്ത് ഉമ്മക്ക് വലിയ ആദിയുണ്ട്, ഈ പുസ്തകം വായിച്ചതിൻ്റെ മകൻ എന്തെങ്കിലും സംഭവിക്കുമോ, ഈ വിളക്കിൻ്റെ വെളിച്ചം തട്ടി ഉറങ്ങിപ്പോയിട്ട് അറിയാണ്ട് അങ്ങ് വിളക്ക് എൻ്റെ ദേഹത്തേക്ക്, മകൻ്റെ ദേഹത്തേക്ക് വീണ് മകൻ എന്തെങ്കിലും ആപത്ത് പറ്റുമോ എന്നുള്ളൊരു ആദി ഉമ്മക്കുണ്ടായിരുന്നു. ആ ആദ്യമോടൊക്കെ കടന്നു പോയിട്ടാണ് എഴുത്തുകാരൻ ഇങ്ങനെ ഒരു പുസ്തകത്തിലേക്ക് എഴുത്തുകാരൻ എത്തുന്നത്. അദ്ദേഹം എടുത്ത എഫേർട്ടുകൾ, അത് വായനക്കാരൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം എടുത്ത എഫേർട്ട് ഒരുപാടാണ്. ഞാനിങ്ങനെ വായിച്ചു തുടങ്ങുമ്പോൾ ഞാനൊക്കെ ചിന്തിച്ചു പോവുകയാണ്. അതായത് ഒരു പുസ്തകം വായിക്കാൻ ഞാൻ ഇത്ര മാത്രം സമയം ഞാൻ എടുത്തിട്ടില്ല, ഞാൻ ഇത്ര എഫേർട്ട് എടുത്തിട്ടില്ല ഒരു പുസ്തകം വായിക്കാനോ പുസ്തകത്തിൻ്റെ പുറകെ പോവാനോ. പിന്നെ ഒരുപാട് ചിന്തകൾ അതിലൂടെ പുസ്തകത്തിലൂടെ പറഞ്ഞു പോവുകയാണ്. പിന്നെ മികച്ച പുസ്തകങ്ങളുടെ എഴുത്തുകാരെക്കുറിച്ചും അത് ചെറിയ വിലയ്ക്ക് ഏത് മാർക്കറ്റിൽ കിട്ടുമെന്ന് പോലും എഴുത്തുകാരൻ ഇതിലൂടെ പറയുന്നുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഭാഗം എന്നുള്ളത് അവസാനത്തെ ഭാഗം തന്നെയാണ്. കാരണം ഉമ്മയെന്ന അധ്യായത്തിലൂടെ നമ്മുടെ പിന്തലമുറയിലേക്കും നമ്മുടെ ചെറുപ്പകാലത്തിലേക്കും എഴുത്തുകാരൻ നമ്മളിതിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. ഏതായാലും പുസ്തകം ഇവിടെ അവൈലബിൾ ആണ്, ലഭ്യമാണ്. എല്ലാവരും വായിക്കുക എന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി.